ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മലയാളികൾക്ക് ചില പ്രത്യേകതകളുണ്ട്. എത്ര വലിയ തർക്കമുണ്ടായാലും ശരി, ഒരു മനുഷ്യൻ വന്ന് എനിക്ക് വയ്യ അല്ലെങ്കിൽ എനിക്കൊരു സഹായം വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ഉരുകിപ്പോകും. അത് ശരിയാണ്. കാരണം നമ്മുടെ ഉള്ളിൽ ഒരു മനുഷ്യത്വം എന്ന് പറയുന്ന സാധനമുണ്ട്. പക്ഷേ കയ്യിലൊരു ഐഫോണും സംസാരിക്കാൻ അത്യാവശ്യം നല്ല സ്റ്റൈൽ ഇംഗ്ലീഷും ഒപ്പം കുറച്ച് അഹങ്കാരവും കൂടി തലയ്ക്ക് പിടിച്ചാലോ, നമ്മൾ ഈ പറയുന്ന മനുഷ്യത്വമൊക്കെ ഒക്കെ എന്താണ് ഏറിൽ പോകും. കഴിഞ്ഞ ദിവസം നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമല്ലോ വീഡിയോ, സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ചർച്ചയായിട്ടുള്ള ഒരു വീഡിയോ. അതായത് KSRTC ബസ്സിൽ ഒരു യുവതിയുടെ അടിയും അതിന് പിന്നിലെ ചില കാണാപ്പുറങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. വീഡിയോ കണ്ടവരുണ്ടെങ്കിൽ അത് നന്നായിട്ട് അറിയാം ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളത് നമുക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. ഇനി സംഭവം പറയുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ ഒരു KSRTC ബസ്, പ്രീമിയം സൂപ്പർ ഫാസ്റ്റ് ബസ്സിലാണ് കേട്ടോ ഈ സംഭവം അരങ്ങേറുന്നത്. അതായത് ലിമിറ്റഡ് സ്റ്റോപ്പ് വണ്ടിയാണ്. കയറുന്ന ആളുകളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് നിർത്താനൊന്നും ആ ബസ്സിന് പറ്റില്ല. യാത്രക്കിടയിൽ ബസ്സിലുണ്ടായിരുന്ന ഒരു മുസ്ലിം സഹോദരിക്ക്, നമുക്ക് സ്നേഹത്തോടെ അവരെ താത്ത എന്ന് തന്നെ വിളിക്കാം, അവർക്ക് പെട്ടെന്നൊരു അത്യാവശ്യമുണ്ടായി. അതായത് ശുചിമുറിയിൽ പോകണം. മനുഷ്യ സഹജമായിട്ടുള്ള കാര്യമാണ്, എങ്കിലും വരാം അല്ലെ. അതുകൊണ്ട് ആ ഒരു ആവശ്യത്തെ നമുക്ക് ഒട്ടും കുറ്റം പറയാനൊന്നും പറ്റത്തില്ല. പക്ഷെ പ്രശ്നം തുടങ്ങിയത് അവിടെയല്ല. ഈ ഒരു ആവശ്യം അവർ ബസ് ജീവനക്കാരോട് ഉന്നയിച്ച ആ ഒരു രീതിയിലാണ്. ഇവരെന്താണ് ചെയ്തത്, നേരെ കണ്ടക്ടറോട് ഒച്ച വെക്കാൻ തുടങ്ങി. വണ്ടി ലുലു മാളിന്റെ മുന്നിൽ നിർത്തണം, അല്ലെങ്കിൽ മിംസ് ഹോസ്പിറ്റലിന്റെ മുന്നിൽ നിർത്തണം. കണ്ടക്ടർ എന്നുള്ള ഉടനെ പറഞ്ഞ എന്താണ്, സിസ്റ്റർ ഇത് സൂപ്പർ ഫാസ്റ്റ് ആണ്, ഇവിടെയൊന്നും സ്റ്റോപ്പ് ഇല്ല. ഉടനെ വന്ന് താത്തയുടെ വക അടുത്തൊരു ചോദ്യം. നല്ല ഒന്നാം തരം ഇംഗ്ലീഷിൽ തന്നെ പുള്ളിക്കാരി പറഞ്ഞു, വൈ ദ ഹെൽ ആർ യു ടേക്കിംഗ് വീഡിയോ ഓഫ് മീ? ഇങ്ങനെ പറഞ്ഞ് ചുറ്റുമുള്ള ആൾക്കാരോട് തട്ടിക്കയറാനും തുടങ്ങി. ഇത്രയും കൊണ്ട് നിർത്തിയോ പുള്ളിക്കാരി? ഇല്ല, അവിടം കൊണ്ടും നിർത്തില്ല. അവര് നേരെ ചെന്ന ബസ്സിന്റെ എമർജൻസി എക്സിറ്റിന്റെ ഭാഗത്തിരുന്ന ഒരു ഇരുമ്പ് ചുറ്റിക, നമുക്കറിയാം സേഫ്റ്റി ഹാമർ ഉണ്ടല്ലോ, അത് കയ്യിലെടുത്ത് എന്നിട്ട് KSRTCയുടെ ബസ്സിന്റെ വശങ്ങളിലെ വലിയ ഗ്ലാസുകൾ അവർ അടിച്ചു തകർക്കാൻ തുടങ്ങി. ഒന്ന് ആലോചിച്ച് നോക്കേ, ബാത്റൂമിൽ പോകാൻ മുട്ടി നിൽക്കുന്ന ഒരു സ്ത്രീ ആ ദേഷ്യത്തിൽ ഗവൺമെന്റ് വണ്ടിയുടെ ജനൽ ചില്ല് തല്ലി പൊട്ടിരിക്കുന്നു. എന്ത് കഷ്ടമാണിതല്ലേ. ചില സ്ത്രീകൾക്ക് ഒരു ധാരണയുണ്ട് കേട്ടോ, കയ്യിലൊരു ഫോണും പിടിച്ച് താൻ സ്ത്രീയാണെന്ന് പറഞ്ഞു കരഞ്ഞാൽ അല്ലെങ്കിൽ ഉറക്കി ഒന്ന് സംസാരിച്ചാൽ നിയമം തങ്ങളുടെ വഴിക്ക് വരുമെന്നും. ഇവിടെയും താത്ത അവസാനം ഭീഷണിപ്പെടുത്തി, ഞാൻ നിങ്ങൾക്കെതിരെ കംപ്ലൈന്റ് ചെയ്യുമെന്ന്. പക്ഷെ KSRTC ജീവനക്കാർ വിട്ടുകൊടുത്തില്ല മക്കളെ. അവർ വണ്ടി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടു. പൊതുമുതൽ നശിപ്പിച്ചു, സർവീസ് മുടക്കി, മറ്റു യാത്രക്കാരെ ഭീതിയിലാഴ്ത്തി. അങ്ങനെ കേസ് താത്തക്കെതിരെ തിരിഞ്ഞു. അവസാനം എന്താണ് സംഭവിച്ചത്? നിയമത്തിന്റെ മുന്നിൽ ജാടയൊന്നും നടന്നില്ല. വണ്ടിയുടെ ചില്ല് പൊട്ടിച്ച വകയിലും സർവീസിന് മുടക്കിയ ആ ഒരു വകയിലുമായിട്ട് കൃത്യം 28,000 രൂപ താത്തയ്ക്ക് ഫൈൻ അടയ്ക്കേണ്ടി വന്നു. വല്ല കാര്യമുണ്ടായിരുന്നോ? അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി ഒരു ഓട്ടോ പിടിച്ച് പോയിരുന്നെങ്കിൽ ഈ പൈസയൊക്കെ ലാഭിക്കാമായിരുന്നില്ലേ? കൂടെ ഈ ഒരു നാണക്കേടും ഒഴിവാക്കാമായിരുന്നു. അപ്പൊ ഇതൊക്കെ വയ്യാവേലി തലയിലെടുത്ത് വെച്ചു എന്നാണല്ലോ, വഴിയെ പോയ വയ്യാവേലി എടുത്ത് തലയെ വെച്ചു എന്ന് തന്നെയാണ്. എന്നാൽ ഇപ്പോഴിതാ ഈ താത്ത സോഷ്യൽ മീഡിയയിൽ വന്ന് കരയുകയാണ്. ഞാൻ എന്റെ തെറ്റ് ഏറ്റു പറഞ്ഞു, ഫൈനും അടച്ചു, എന്നിട്ട് എന്നെ എന്തിനാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വേട്ടയാടുന്നതെന്നും. താത്തയ്ക്ക് അറിയാമല്ലോ സോഷ്യൽ മീഡിയ അങ്ങനെയാണ്, വേട്ടയാടപ്പെടും എന്തൊക്കെ ചെയ്താൽ. കാരണം ആ ഒരു വീഡിയോ കാണുമ്പോൾ തറയും ആരുടെ ഭാഗത്താണ് തെറ്റ്. നിങ്ങളൊന്ന് സൗമ്യമായിട്ട് അല്ലെങ്കിൽ എനിക്ക് അത്യാവശ്യമാണ് എന്ന് പതുക്കെ കണ്ടക്ടറോട് പറഞ്ഞിരുന്നെങ്കിൽ അയാൾ ആ മനുഷ്യത്വത്തിന്റെ പേരിൽ എവിടെയെങ്കിലും നിർത്തി തരുമായിരുന്നു അല്ലേ. അപ്പൊ അങ്ങനെയല്ല. അവിടെ സ്ത്രീ എന്നുള്ള ഒരു ജാട, പിന്നെ ഐഫോൺ കയ്യിലുള്ള എന്നുള്ളൊരു ജാട, അതുപോലെ തന്നെ ഈ കുറെ ഇംഗ്ലീഷ്, ഇതൊക്കെയാണ് മെയിൻലി അവർ ആ ഒരു ആയുധമായിട്ട് എടുത്ത് അവിടെ പെരുമാറിയത്. സ്ത്രീയാണ് എന്നുള്ള പരിഗണന വെച്ച് ഇങ്ങനെയുള്ള കോപ്രായങ്ങൾ കാണിച്ചാൽ അതിനെതിരെ സംസാരിക്കാൻ ഇവിടെ ആളുകളുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളുടെ കയ്യിൽ തെറ്റാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള പരിഗണനയും കിട്ടത്തില്ല. പിന്നെ ഒരു കണക്കിന് നോക്കുമ്പോൾ ഇവരെ വേട്ടയാടപ്പെടേണ്ട കാര്യമില്ല. അവർ തെറ്റ് മനസ്സിലാക്കിയത് നന്നായി. പക്ഷെ ഇതിൽ നിന്ന് നമ്മൾ ചില കാര്യങ്ങൾ ആഴത്ത് തന്നെ ചിന്തിക്കണം. അതായത് നമ്മൾക്കൊരു എമർജൻസി സിറ്റുവേഷനിൽ വരുമ്പോൾ മറ്റുള്ളവരുടെ എങ്ങനെ സംസാരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും അവര് നമ്മളെ സഹായിക്കുക കേട്ടോ. ഇതേ താത്ത വളരെ വിനയത്തോടെ കണ്ടക്ടറിന്റെ അടുത്ത് ചെന്ന് കാര്യം പറഞ്ഞിരുന്നെങ്കിൽ ആ കണ്ടക്ടർ വണ്ടി ഏതെങ്കിലും പെട്രോൾ പമ്പിലോ അല്ലെങ്കിൽ ഹോട്ടലിലോ ഒക്കെ നിർത്തി കൊടുക്കുമായിരുന്നു. കാരണം അവരും മനുഷ്യരാണ്, അവർക്കും വീട്ടിലെ അമ്മയും പെങ്ങന്മാരൊക്കെ ഉള്ളതാണ്. പക്ഷെ കാണിച്ച അഹങ്കാരത്തിനാണ് ഈ ഒരു പണി കിട്ടിയത്. പിന്നെ ഇതിന്റെ കൂടെ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. പബ്ലിക് ബസ്സുകൾ ചിലർ സ്വന്തം വീട് പോലെയാണ് കാണുന്നത്. സീറ്റിന്റെ പുറകിൽ നിന്ന് കാലുകൊണ്ട് തള്ളുക, ഫോൺ ഉച്ചത്തിൽ വെച്ച് പാട്ട് കേൾക്കുക അല്ലെങ്കിൽ സംസാരിക്കുക ഒക്കെ ചെയ്യുന്നതും
ആഹാരം കഴിച്ച് അതിന്റെ വേസ്റ്റുകൾ സീറ്റിനടിയിലൊക്കെ തള്ളുന്നതും ഇതൊക്കെ വളരെ മോശമായിട്ടുള്ള പ്രവണതയാണ്. ബസ്സിൽ കയറുന്ന എല്ലാവരും ഒരേ മാനസികാവസ്ഥയിലുള്ളവരല്ല, അത് നമ്മൾ ചിന്തിക്കണം. ചിലർ ഹോസ്പിറ്റലിൽ പോകുന്നവരാകാം, ചിലർ കടം വാങ്ങി യാത്ര ചെയ്യുന്നവരുമാകാം, ചിലർ പരീക്ഷയ്ക്ക് പോകുന്നവരുമാകാം. അവരുടെ സ്വൈര്യം കെടുത്താൻ നമുക്ക് ഒരു അവകാശവുമില്ല. അപ്പൊ കൂട്ടുകാരെ, നിയമങ്ങൾ എല്ലാവർക്കും ഒന്ന് തന്നെയാണ്. നമ്മൾ എവിടെ പെരുമാറുമ്പോഴും കുറച്ച് വിനയവും ക്ഷമയും കാണിച്ചാൽ നമുക്ക് തന്നെ നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ ഇതുപോലെ ഇംഗ്ലീഷും പറഞ്ഞു നടക്കാം, കുറെ 28,000ന്റെ പണിയും വാങ്ങി വീട്ടിലിരിക്കാം എന്നേ ഉള്ളൂ. എന്നാൽ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആ സ്ത്രീ ചെയ്തതാണോ ശരി, അതോ KSRTC ജീവനക്കാരുടെ ഭാഗത്താണോ ന്യായം? താഴെ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.